Hi all, welcome to Comedy Cracker. I am Anjali Krishna. Now, we will see ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിൽ അതായത് 1857 റിവോൾട്ട് ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അതായത് 1857 റിവോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് PSCയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാച്ച് ദ ഫോളോവിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഡേഴ്സ് ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ വിപ്ലവം നയിച്ചത് എന്നുള്ള രീതിയിലായിരിക്കാം മിക്കവാറും ചോദിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ തെറ്റ് ശരി എന്നുള്ള രീതിയിലായിരിക്കാം ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, കർഷകരുടെ ദുരിതങ്ങൾ. സെക്കൻഡ് വൺ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. ശിപായിമാരുടെ ദുരിതങ്ങൾ. ഏതായിരിക്കാം ഇതിനകത്ത് വരുന്നത്? ഇവയെല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ഇവയെല്ലാം. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റിവോൾട്ട്, ഇന്ത്യാസ് റിവോൾട്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ശിപായി മ്യൂട്ടണി എന്ന് പറയുന്നുണ്ട് അല്ലെ. സിപ്പോയി മ്യൂട്ടണി എന്നാണ് 1857 കലാപത്തെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ശിപായി ലഹള എന്ന് പറഞ്ഞാൽ കൂടിയും അവിടെ സ്റ്റാർട്ട് ചെയ്തത്, അതിൽ 1857 വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ശിപായിമാർക്കിടയിലാണ്, മീററ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്കിൽ കൂടിയും അവിടെ ശിപായിമാർ മാത്രമല്ലായിരുന്നു ഈ വിപ്ലവം നയിച്ചിരുന്നത്. കർഷകരുടെ ദുരിതങ്ങൾ അല്ലെ, കർഷകരും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1857 പ്രധാനമായിട്ട് വിപ്ലവത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരകൗശല തൊഴിലാളികൾ, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ 1857 കലാപത്തിന് കാരണമായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഈ വിപ്ലവത്തില് ഭാഗവാക്കായിട്ടുണ്ട്. അപ്പോൾ ശിപായിമാരുടെ ഇടയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, അത് ഓർക്കണം. പക്ഷെ കാരണങ്ങൾ, ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? അതായത് ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം, ഈ ഡൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നിയമം അല്ലെ. ദത്തവകാശ നിരോധന നിയമം എന്താണ്? ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ അതായത് പേർഷ്യ ബാലാജി റാവു സെക്കൻഡിന്റെ ദത്തുപുത്രൻ എന്ന നിലയിൽ നാനാ സാഹിബിന് പെൻഷൻ നിഷേധിച്ചതും, അതുപോലെ തന്നെ ഡൽഹൌസി പ്രഭു അതിനെ ബേസ് ചെയ്തിട്ട് ദത്തവകാശ നിരോധന നിയമം അല്ലെ നിയമം കൊണ്ടുവരികയും, അതുകൂടാതെ ഈ നിയമപ്രകാരം ഝാൻസി ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർത്തും വിപ്ലവത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളായിട്ട് എടുത്തു പറയുന്നുണ്ട്. രാജാക്കന്മാര് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കാൻ 1857 പങ്കെടുക്കാനായിട്ടുള്ള ഒരു കാരണമാണ് ഈ ദത്തവകാശ നിരോധന നിയമം. അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുമ്പോൾ രാജാവ് അതിന്റെ മകൻ, സ്വന്തം ചോരയിൽ പിറന്ന മകൻ അല്ലെങ്കിൽ മകൾ, അവർക്കാണ് പിന്നീട് രാജ്യഭരണത്തിനായിട്ടുള്ള അവകാശം വരുന്നത്. അവിടെ ദത്തെടുത്ത മകനോ മകൾക്കോ പിന്നീട് അവിടെ രാജ്യത്തിന് അവകാശം വരുന്നില്ല. അത് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിട്ട് വരും. അതാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഝാൻസി റാണിയും അതുപോലെ തന്നെ നാനാ സാഹിബും അവിടെ 1857 കലാപത്തിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ലീഡേഴ്സ് ആയിട്ട് വന്നിരുന്നത്. ഇനി ഇതാണ് മെയിൻ ആയിട്ടുള്ള രാഷ്ട്രീയ കാരണമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വിധവ പുനർവിവാഹം നടപ്പിലാക്കിയതും സതി നിർത്തലാക്കിയതും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതും, അതുകൂടാതെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതും മറ്റൊരു കാരണമായിട്ട്, വിപ്ലവത്തിന്റെ സാമുദായിക കാരണമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ സാമുദായിക കാരണത്തിൽ വരുന്നത്? വിധവ പുനർവിവാഹം അല്ലെ, അത് നടപ്പിലാക്കി, സതി നിരോധിച്ചു അല്ലെ, സതി നിർത്തലാക്കി, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതും, അതുകൂടാതെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതും സാമുദായിക കാരണമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഹിന്ദുക്കളുടെ പാവനമായിട്ടുള്ള പശുവിന്റെയും മുസ്ലിങ്ങൾക്ക് ഹറാമായിട്ടുള്ള പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ ഒരു തോക്ക്, ഒരു എൻഫീൽഡ് തോക്ക് പുതിയതായിട്ട് ഈ ബ്രിട്ടീഷുകാര് ഉപയോഗിക്കാനായിട്ട് ശിപായിമാരുടെ അടുത്ത് പറയുകയാണ്. അതായത് 1857 വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള ഒരു കാരണമാണത്. അപ്പോൾ അങ്ങനെ സൈന്യത്തിന്റെ പുതിയതായിട്ട് എത്തിയ എൻഫീൽഡ് P53, ഈ പേരൊന്ന് കറക്റ്റായിട്ട് ഓർക്കണം, എൻഫീൽഡ് P53 തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ, ഈ തിരകളിൽ ഒരു കവറിങ് ഉണ്ട്. അപ്പൊ ഈ കവറിങ് പശുവിന്റെയും അതുപോലെ തന്നെ പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്നുള്ളൊരു കിംവദന്തി പരന്നു. അപ്പൊ ഈ
ഈ റിവോൾവറിലേക്ക്, അത് തോക്കിലേക്ക് ഈ തിര നിറയ്ക്കുന്നത് കടിച്ച് അതിന്റെ കവറിങ് പൊട്ടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിംസിനും ഹിന്ദുസിനും അത് വിരോധമാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ളൊരു കാരണമായിട്ട് അവിടെ എടുത്തു പറയുന്നത്. ഇനി 1857 മാർച്ച് 29, ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇവിടെ 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ ലഫ്റ്റനന്റ് ഹെൻറി ബോഗ് എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതാണ് വിപ്ലവത്തിന്റെ ആദ്യ സംഭവമായിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ഇവിടെ പോയിന്റ് ഓർക്കുക, എന്താണ് 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. ലഫ്റ്റനന്റ് ഹെൻറി ബോഗ് അല്ലെ, ഹെൻറി ബോഗ് എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതാണ് വിപ്ലവത്തിന്റെ ആദ്യ സംഭവം. ഇനി മംഗൾ പാണ്ഡെയെ പിന്നീട് ബ്രിട്ടീഷ് സൈന്യം 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. ഏപ്രിൽ 8 അവിടെ തൂക്കിലേറ്റാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുപടി ചേർക്കുക. ഏറ്റവും കൂടുതൽ PSCയിലൊക്കെ ചോദിച്ചു കണ്ടേക്കുന്ന ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നോക്കിക്കൂടാ, കാൺപൂർ കൺവർ സിംഗ്, ബീഹാർ റാണി ലക്ഷ്മിബായ്, ഡൽഹി നാനാ സാഹിബ്, ഝാൻസി ബഹദൂർ ഷാ രണ്ടാമൻ. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? അതായത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. ഒന്ന്, കാൺപൂരിൽ ആരാണ് ലീഡേഴ്സ് ആയിട്ട് വരുന്നത്? നാനാ സാഹിബ് അല്ലെ. അതുപോലെ തന്നെ ബീഹാറിലാണ് ആരാണ് വരുന്നത്? കൺവർ സിംഗ് ആണ് വരുന്നത്. ഡൽഹിയിൽ ആരാണ് വരുന്നത്? ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1857 റിവോൾട്ടില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു പോർഷനാണിത്. സ്വാതന്ത്ര്യ സമര സേനാനികളും അതുമായി ബന്ധപ്പെട്ട ആ ഒരു ലീഡേഴ്സ് നേതൃത്വം വഹിച്ച കുറച്ച് പ്ലേസസുകൾ എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷായാണ് നേതൃത്വം വഹിച്ചത്. കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഫിറോസാബാദിലെ മൗലവി അഹമ്മദ് ഷാ. ഇനി ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളില് ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം വഹിച്ചത്. ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളില് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം വഹിച്ചപ്പോൾ ലക്നൌവിലും ആര് തന്നെയാണ്? ബീഗം ഹസ്രത്ത് മഹല് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഔദിലും ആര് തന്നെയാണ്? ബീഗം ഹസ്രത്ത് മഹല് നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ ബറേലിയിലെ ഖാൻ ബഹദൂർ ഖാൻ ആണ് നേതൃത്വം വഹിച്ചത്. അതുപോലെ തന്നെ ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം വഹിച്ചത്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. നെക്സ്റ്റ് മാൻസോറിലെ അത് ഫിറോഷയാണ് നേതൃത്വം വഹിച്ചത്. അതുകൂടാതെ മുറാദാബാദിലെ മൗലവി ലിഖായത്ത് അലിയാണ് നേതൃത്വം വഹിച്ചത്. ഇനി അതുപോലെ തന്നെ മധുരയിലെ ദേവി സിംഗ്, അതുപോലെ തന്നെ അലഹബാദിലെ മൗലവി ലിഖായത്ത് അലി തന്നെയാണ് നേതൃത്വം വഹിച്ചത്. ഹരിയാനയിലെ റാവു തുലറാം ആണ് നേതൃത്വം വഹിച്ചത്. അതുകൂടാതെ രാജസ്ഥാനിലെ കോട്ടയിലെ ജയ്ദയാൽ ഹർദയാലാണ് നേതൃത്വം വഹിച്ചത്. അതുകൂടാതെ ആസാമിലെ ദിവാൻ മണിറാം ആണ് നേതൃത്വം വഹിച്ചത്. മീററ്റിലെ ഖദ്ദം സിംഗ് ആണ് നേതൃത്വം വഹിച്ചത്. അതുകൂടാതെ ബീഹാറിലെ കൺവർ സിംഗ് ആണ് നേതൃത്വം വഹിച്ചത്. അതുപോലെ തന്നെ കാൺപൂരിലെ നാനാ സാഹിബ്, അസിമുള്ള ഖാൻ, താന്തിയ തോപ്പി 3 പേരാണ് പ്രധാനമായിട്ടും നേതൃത്വം വഹിച്ചത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയാസിൽ ആരൊക്കെയാണ് നേതൃത്വം വഹിച്ചത് എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാച്ച് ദ ഫോളോവിംഗ് പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. അപ്പൊ നോക്കിക്കോളാം. 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. ശരിയാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ പാർലമെന്റ് ഏറ്റെടുത്തു. അപ്പൊ നോക്കിക്കേ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും അവിടെ ശരിയായവ? രണ്ടും
4 ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം അത്ര നാളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് അവിടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്? 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. അവധിലാണോ? അല്ല. എവിടെയാണ്? മീററ്റിലാണ് അല്ലെ. മീററ്റിലാണ് ആരംഭിച്ചത്. ഇനി ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആണോ? അല്ല. ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് അല്ലെ. മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം വഹിച്ചത്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കൂടാ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി, റാണി ലക്ഷ്മിബായ്, ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ് 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഡൽഹിയിൽ അവരോധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സമര നേതാക്കന്മാര് അത് അവരോധിച്ച വ്യക്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഡൽഹിയില് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഡൽഹി മീററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ സമരം മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുകയും ഡൽഹി പിന്നീട് പിടിച്ചെടുക്കുകയും അവിടെ ബഹദൂർ ഷാ രണ്ടാമനോട് സഹായം അഭ്യർത്ഥിക്കുകയും തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമൻ ഈ സഹായം സ്വീകരിക്കുകയും ഈ ഡൽഹിയിലെ ആ ഒരു ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഭരണാധികാരികൾ അവരോധിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഓർത്തു വയ്ക്കണം. സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്, ഒരു ഏരിയ ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലെ. ഫൈസാബാദിലെ വിപ്ലവം നയിച്ച ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് അല്ലെ. മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ലക്നൌവില് വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത് മഹൽ ആണ് അല്ലെ. ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. മാച്ച് ദ ഫോളോവിങ് ചോദിക്കാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവല് ശരിയായവ അല്ലെങ്കിൽ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ശരിയായവ തെറ്റായവ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് 1850s റിവോൾട്ടിലെ കുറച്ച് പോയിന്റുകളാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം CPO, CPOന്റെ ഒക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഫയർമാന്റെ ഡേറ്റ് ജൂലൈ 12-നും അതുപോലെ തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡേറ്റ് 19-ാം തീയതിയാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഡേറ്റ് ജൂലൈ 26. അപ്പൊ നമുക്ക് അറിയാം എക്സാമിന് അധികം സമയമില്ല. ഒരു 2 month അല്ലെ, 2 or 3 monthേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറും CPO ഡ്രൈവറും എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 15-ഉം 17-ഉമാണ് ജൂലൈയിൽ എക്സാം വരുന്നത്. അപ്പം ജൂലൈയിൽ നമുക്ക് ഒത്തിരി അധികം എക്സാംസുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11/5/2025 അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ പലരുടെയും കൺഫർമേഷൻ തീയതികൾ ഒരു മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ കൺഫേം ചെയ്യാൻ മടിക്കരുത്. ചിലവരൊക്കെ ഉണ്ട് കൺഫർമേഷൻ വന്ന് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് ഓർത്ത് വയ്ക്കാൻ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം? അപ്പോൾ കൂടുതലും ഒരു 60 അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ്, ഒരു 65 ഡേയ്സേ നമുക്ക് നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വൈഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് എങ്ങനെ പഠിച്ചു തീർക്കാം? അതിനായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ CPO WCPOന്റെ ഒരു 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ തന്നെ PDF നോട്ട്സുകൾ, എക്സാംസുകൾ ചെയ്ത് നോക്കാനായിട്ടുള്ള മോഡൽ എക്സാംസുകൾ ചെയ്ത് നോക്കാനുള്ള ആ ഒരു സെക്ഷൻ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് നല്ലൊരു മെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൂടാതെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകളും സിലബസ് കവർ ചെയ്തിട്ടുള്ള പോർഷൻസുകളും ആണ് ലൈവ് ക്ലാസ്സിൽ വരുന്നത്. അതുകൂടാതെ ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ, ഡിസ്കഷൻസ്,
അതുപോലെ തന്നെ സ്പെഷ്യലി എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനായിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല, നമുക്കറിയാം ഒരു 60-65 ഡേയ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇപ്പോഴേ നല്ല പ്ലാനിങ്ങോട് കൂടി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കേണ്ടത് മാത്രം പഠിച്ചു പോയാലാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പലരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ ആ ഒരു CPO WCPO എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും ആ ഒരു അവസാന ചാൻസ് കൂടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു.